ഹായ്, ഞാൻ ജാനകി. ഇത് നമ്മുടെ തെക്കേക്കര ജാനു അല്ലേ? തെക്കേക്കര ജാനുവാ? ആ സെറ്റപ്പ്. ഔട്ട്ഡോർ സെക്സ്. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ നേച്ചർ നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാടി വിളിക്കാറുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ മാത്രം ഒതുങ്ങിയ ഒരു സെക്സ് ലൈഫ് ആയിരിക്കും. ഈ റൂമും AC-യും ഫോർവാൾസ് ഒക്കെ വിട്ടിട്ട് ഇനി ഫ്യൂച്ചർ എന്താണെന്ന് അറിയാമോ? ഓർഗാനിക് ഓർഗാസ്മിക്. എന്നാൽ മറ്റുള്ളവർ കാണുമോ എന്നുള്ളൊരു ഭീതിയോടുകൂടി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ എവിടെ വെച്ച് വേണേലും ഉമ്മയ്ക്കോ കെട്ടിപ്പിടിക്കോ എന്നാ വേണമെങ്കിലും ചെയ്തു, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും കണ്ടാലോ? മറ്റുള്ളവർ കാണുമോ എന്നുള്ളൊരു ഭീതിയോടുകൂടി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അതൊരു വേറൊരു അനുഭൂതിയാണ്. പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ചാ ഈ കുറുപ്പിന്റെ ഗുണം മാറും. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. ചിലപ്പം അത് പബ്ലിക് പ്ലേസുകളായിരിക്കാം. നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏരിയയിൽ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. ഒരു ഫോറസ്റ്റോ. ചെറിയൊരു പേടി. നേച്ചറല്ലേ? എടാ, കള്ളവടി വെക്കാൻ പോകുന്നവനെ മൂർഖം കടിച്ചാൽ മൂർഖനപ്പം വടിയാവും. അതാണ് ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. അല്ലെങ്കിൽ കോട്ടേജിന് പുറത്ത് നിന്നുള്ളതോ. We mean no rooms. Cottage like. യെസ്, കോട്ടേജ്, കോട്ടേജ്, ഹട്ട്സ്, ITDC, KTDC. അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്നുള്ളതോ അങ്ങനെയുള്ള അതും ആയിരിക്കാം. ചിലപ്പം ഒരു ബീച്ച് സൈഡിലായിരിക്കാം. നല്ല ചില്ല് മാതിരി തെരവ നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ. തെര വന്ന് അടിച്ചോണ്ടിരിക്കണം. ചിലപ്പം ഒരു ബീച്ച് സൈഡിലായിരിക്കാം. പിന്നെ എന്താ, വെളുക്കുന്നത് വരെ തെരെ തന്നെ വേണം. അങ്ങനെ എവിടെയെങ്കിലും നമ്മളൊരു ഔട്ട്ഡോറിൽ നമ്മൾ നമ്മുടെ സെക്സ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുമ്പോൾ വേറെ അനുഭൂതിയാണ്. തിയേറ്ററിൽ വെച്ച് ചെയ്തോ, അതാകുമ്പോൾ ആരും കാണത്തൂല, എൻ്റെ മാനം പോത്തൂല. ഭയങ്കര റിസ്കാ. വേറെ അനുഭൂതിയാണ്. അത് ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടോ? ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്.